ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടായിരുന്നല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ നമ്മൾ ആ സർപ്രൈസ് കൊടുത്തിരുന്ന ആ ഒരു ടാസ്ക് മാത്രമേ ഞാൻ ആ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ ബോറടിച്ചാലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്ത് വരുമ്പോഴത്തെ ഒരു സമയമാവും. അതുകൊണ്ട് എനിക്ക് 18-ാം തീയതി തന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം അങ്ങനെ ചെയ്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഈ വീഡിയോ ഇങ്ങനെ അങ്ങ് ആക്കാമെന്ന് കരുതി. ബർത്ത്ഡേ ദിവസം ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തെന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. രാവിലെ ഒരു 5:45 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഇരുട്ടുണ്ട് ഈ സമയത്ത്. ജനലിൽ കൂടെ നോക്കുമ്പോൾ അറിയാമല്ലോ, ഇരുട്ടാണ്, നല്ലതായിട്ട് വെട്ടമൊന്നും വീണിട്ടില്ല. ഞാൻ ആദ്യം തന്നെ ഇറങ്ങി വന്ന് പല്ലൊക്കെ ഒന്ന് തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് റെഡിയായിട്ട് ഗിഫ്റ്റുകളെല്ലാം ഒന്ന് പറക്കി വെക്കാം, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഏട്ടനെ വിളിക്കാം എന്നുള്ളതാണ് പ്ലാന്. അപ്പോൾ തലേന്ന് ഇതെല്ലാം ഞാൻ എഴുതി വെച്ച സമയത്ത് കാശിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുന്നേറ്റ് വരണമെങ്കിലേ മോനിതെല്ലാം കാണാൻ പറ്റത്തുള്ളൂ എന്ന്. ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി വെച്ചാൽ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടന് ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലോട്ടങ്ങ് കയറി. കാശിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ മീൻ കറി ഞാൻ തലേന്നേ വെച്ച് ചൂരക്കറിയായിരുന്നു കേട്ടോ. എങ്കിലല്ല ഇന്ന് ഉപ്പും വെള്ളിയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ദോശമാവും എടുത്തങ്ങ് വെളിയിൽ വെച്ച് ദോശയും ചുട്ട് മീൻ കറി മതിയെന്ന് കാശി പറഞ്ഞു. അപ്പം സാമ്പാർ വെക്കാനായിരുന്നു പ്ലാൻ. ഏട്ടനാണെങ്കിൽ ഇഡലി സാമ്പാറുമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. അപ്പം ഞാൻ ഓർത്ത് ഇന്നല്ല ഏട്ടന് ഇഷ്ടമുള്ള വിഭവങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ തലേന്ന് കുറച്ച് ചോറ് ബാക്കി വന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് നീ മീൻ കറി വെച്ചല്ലോ, അതുകൊണ്ട് നാളെ എനിക്ക് നമ്മുടെ പഴഞ്ചോറ് മതി, അതുകൊണ്ട് നീ ഇഡലി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇഡലി ഉണ്ടാക്കണ്ടെങ്കിൽ പിന്നെ സാമ്പാർ എന്തിനാ? എൻ്റെ കാശിമോനും മീൻ കറി കൂട്ടി ദോശ തിന്നും. അപ്പോൾ പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയില്ല. അവിയലിനുള്ള കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിയലിനുള്ളതാണ് ഞാൻ ആ കുക്കറിൽ കൊണ്ടുപോകുന്നത്. അപ്പം അവിയലും വെച്ച് മോര് കറിയും വെച്ച് മീൻ കറിയും പിന്നെ മീൻ വറുത്തതും അച്ചാറും ഒക്കെ ആയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് അങ്ങ് ഏട്ടന് ഇഷ്ടമുള്ള ഫുഡുകൾ മാത്രം ഉണ്ടാക്കി അങ്ങ് കുശാലാക്കാവുന്ന കരുതി. ഈ പരിപ്പും പപ്പടവും ഇഞ്ചിക്കറി അത് ഇതുമൊക്കെ ഉണ്ടാക്കിയാലും ഏട്ടനാവൊന്നും കഴിക്കത്തില്ല കേട്ടോ. പിന്നെ അത് ഒരു ഇച്ചിരി മാത്രമായിട്ട് ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ കരുതി ഏട്ടന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയാൽ മതി, ഏട്ടൻ്റെ ദിവസമല്ലേ ഇന്ന്. അതങ്ങനെ ഞാൻ ഏട്ടന് ഇഷ്ടമുള്ള ഫുഡുകൾ മാത്രം ഉണ്ടാക്കുവാണേ. അപ്പോൾ അവിയലാണ് നമ്മൾ ആദ്യം അടുപ്പിലോട്ട് വെച്ചത്. എന്നിട്ട് ഞാനങ്ങ് ചായ ഇടാൻ പോയി കേട്ടോ. കാശിക്ക് പോകണമല്ലോ. കാശിയോട് ഞാൻ അലച്ചോളിൻ്റെ ഊപ്പാട് വന്നു. ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ഓരോ കാര്യങ്ങളും പറയേണ്ടി വന്നു. ഞാനിവിടെ ഓരോ ജോലി ചെയ്യുമ്പോഴും അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, മോനെ പല്ല് തേക്ക്, കുളിക്ക്, എടുക്ക്, എല്ലാം പറയണം. ഏട്ടനാണെങ്കിൽ ബർത്ത്ഡേ വിഷ് ചെയ്തവരെ എല്ലാം തിരിച്ച് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവനോട്ട് കേൾക്കുന്നതും ഇല്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും കാണിക്കും, നീ വാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കോലത്ത് തന്നെ ഇറക്കി ഞാൻ വെളിയിൽ നിർത്തോടാന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അങ്ങനെ ഞാൻ പാലെടുത്ത് നമുക്ക് ചായ ഇടാൻ വേണ്ടി വെച്ചിട്ട് കാശിക്ക് മാത്രം മതിയല്ലോ, 2-3 ദോശ ചൂടത്തുള്ളൂ. അതിന് വേണ്ടിയുള്ള മാവ് ഞാൻ എടുത്തിട്ട് ബാക്കി അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ദോശമാവ് എടുത്തിട്ട് ബാക്കി ചായയുടെ പുറകെ പോവാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് വെക്കണമായിരുന്നു. അതെല്ലാം ഞാൻ കൈയോടെ അങ്ങ് ഇട്ട് വെക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ കവർ തന്നെ ഇരിക്കും. സാധനങ്ങളൊക്കെ കുറേശ്ശെ തീർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർക്ക് ഈ പെണ്ണിന് ഏത് സമയവും ഈ ഷോപ്പിങ്ങേ ഉള്ളൂ, ഇതിന് മാത്രം സാധനങ്ങൾ വാങ്ങിക്കാൻ എന്തുമാത്രം പൈസ ചിലവാക്കുന്നത്, ഫുള്ള് കറക്കമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തീരുമ്പോൾ അത് ഞാനും ഏട്ടനും കൂടെ ഒരുമിച്ച് പോയി വാങ്ങിക്കുന്നു. അതിലെന്താണ് തെറ്റ്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ വീട്ടിലെ ജോലിയും ചെയ്ത് പിള്ളേരെ നോക്കി പരക്കാതിരിക്കാൻ നമുക്ക് വൈകിട്ടൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ കൂടെ ഒന്ന് പോയാലെന്തോ, ഞാനും കൂടെ കൂടിയിരിക്കുന്ന പറഞ്ഞ് പെട്രോളും എല്ലാം കൂടുതൽ അടിക്കേണ്ടി വരുമോ? അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഹാപ്പിനെസ് ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ രാവിലെ തൊട്ടിങ്ങനെ ഇരിക്കുമ്പോൾ വൈകിട്ട് നേരം ഏട്ടൻ വരുന്നുണ്ട്, വാ ഏട്ടൻ നമുക്ക് ഇന്ന സാധനം വാങ്ങിക്കണം. ഏട്ടൻ പോകുമ്പോൾ ഞാനിവിടെ വരുന്നു. ഏട്ടനൊരു പ്രശ്നവും ഇല്ല. പിന്നെ കാണുന്നവർക്ക് ആർക്കാണ് പ്രശ്നം? അതുകൊണ്ട് ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നതും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ പറയാനുള്ള കാര്യം, ഞാൻ ഇന്നലെ തലേന്ന് സാധനം വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ കഴിവതും അധികം ഇങ്ങനെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസൊന്നും ഇടാത്തതിൻ്റെ കാര്യം തന്നെ ഇതാണ്. നമ്മൾ ഇടുന്ന കാണുമ്പോഴത്തേക്ക് പലരും പലതാണ് പറയുന്നത്. എന്നും അങ്ങ് പോക്കാണ്, എന്നും അങ്ങ് വാങ്ങിക്കുവാണ്, എടുക്കുകയാണെന്നുള്ളത്. നമ്മുടെ കാര്യം നമുക്കല്ല അറിയത്തുള്ളൂ, നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളതും. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ചെറിയ ചെറിയ ഷോർട്സ് ഇടുന്നിടത്തിൽ ഒരു ദിവസം ഞാൻ ഇറങ്ങുന്ന ഷോർട്സ് ആയിരിക്കും ഞാൻ പല വീഡിയോസായിട്ട് ഞാൻ ഇടുന്നത്. നമുക്ക് ഡെയിലി വീഡിയോസ് ഇടണം. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം പോകുമ്പോൾ തന്നെ ഒരു പല വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഓരോ ദിവസമായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ കാണുന്നവരോർക്കെന്തോ എന്നും ഞങ്ങളങ്ങ് പോവാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെന്നും നമുക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും പലരുടെ അടുത്തും പറഞ്ഞ് ഞാൻ അറിഞ്ഞതായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെയും ഈ പറയുന്നവർ തന്നെ എൻ്റെ അടുത്ത് പറയാം, അവരെ അവിടെ ഇരുന്ന് പറയട്ടെ, നീ അത് കാര്യമാക്കണ്ട,
അവരുടെ ചിലവിനൊന്നുമല്ലോ നീ ജീവിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഈ ബർത്ത്ഡേക്ക് ആണെങ്കിൽ പോലും ഏട്ടന് ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു. വർഷത്തിൽ 1-2 വട്ടമാണ് ഞാനിങ്ങനെ സർപ്രൈസായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഏട്ടന് വേണ്ട എന്ന് ഏട്ടൻ പറഞ്ഞാൽ പോലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്നും വേറെ ആര് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും എന്തിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാലും ആവശ്യമുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഭർത്താവിന് എൻ്റെ ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു. അതൊരു ബർത്ത്ഡേ ദിവസം അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ടെയാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. അത് എൻ്റെ മരണം വരെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. അതിലെനിക്കൊരു ഇതുമില്ല. ആരെന്തോ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത്ര ഇതായിട്ടൊക്കെ പറയുന്നത് വെച്ചാൽ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. പറയുമ്പോൾ തന്നെ എൻ്റെ സൗണ്ട് ഇടറുന്നതിൻ്റെ കാര്യം ചെറിയ രീതിയിൽ തന്നെ എനിക്ക് വിഷമമുണ്ട് ഓരോന്ന് വിചാരിക്കുമ്പോഴേ. അതൊന്നും പിന്നെ ഞാൻ കാര്യമാക്കത്തില്ല. ഏട്ടൻ എൻ്റെ അടുത്ത് എപ്പോഴും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എന്നോട് ഏട്ടൻ പറയും, നീ ആര് പറയുന്നത്, നീ കാര്യമാക്കണ്ട, നീ വീഡിയോ ഇട്, നിൻ്റെ ഇഷ്ടം അതാണ്, നീ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിനക്ക് ചെയ്യും, ഞാൻ നിന്നോട് ഒരു എതിർപ്പും പറയത്തില്ല, നിനക്ക് എല്ലാത്തിനും ഞാൻ സപ്പോർട്ടാണ്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ടല്ലോ, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ദിവസം കൊണ്ട് ചില വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കും കേട്ടോ. അതങ്ങോട്ട് പറയാനുള്ള ഒരിത് വന്നില്ല. പക്ഷെ ഇപ്പം ഞാനങ്ങ് പറഞ്ഞു പോയി. അതങ്ങനെ തന്നെ കിടന്നോട്ടെ. കാണുന്നവരൊക്കെ അത് കാണട്ടെ. മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, അല്ലാത്തവരത് വിട്ടേരെ. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് പോട്ടെ കേട്ടെ. അങ്ങനെ നമ്മൾ അവിയലിൻ്റെ അരപ്പൊക്കെ അരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇട്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വലിയ കുക്കൊന്നുമല്ല എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തരും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ചോറ് ഇച്ചിരി ബാക്കി ഉള്ളതുകൊണ്ട് ഞാൻ തലേന്ന് അരി എടുത്ത് വെച്ചില്ലായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് അരി അടുപ്പത്തോട്ട് ഇട്ടത്. അതങ്ങ് തിളച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് റെഡി ആയിട്ടിരിക്കും, ചൂട് ചോറും കഴിക്കുക. അതുകൊണ്ട് ഞാനത് അങ്ങനെ ആക്കി മീൻകറി റെഡി ആയിട്ടിരിക്കുവാണ്. ഒന്നുകൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചാൽ നല്ലതായിട്ട് വറ്റിച്ച് കുറുകിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ പോവാണ്. മീൻകറി ഉള്ളതുകൊണ്ട് തന്നെ രസം വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനതങ്ങ് മോരുകറിയാക്കി. അങ്ങനെ പുതിയ ജാറ് വാങ്ങിച്ചത് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മിക്സി കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കറി വെച്ചാലും ഒരു രുചിയും കാണത്തില്ല, പീരയും വെള്ളവും വേർതിരിഞ്ഞ് കിടക്കും. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല സുഖം, നല്ലതായിട്ട് എന്തുവാ പറയണ്ടേ, നല്ലതായിട്ട് അങ്ങ് അരഞ്ഞ് നല്ല വൃത്തിയായിട്ട് കിടക്കുവാണ്. അപ്പോഴത്തേക്ക് നല്ല ക്രീമി ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ ആ കറി. അപ്പോഴത്തേക്ക് ശ്രീമോനിങ് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീമോനെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീമോനാണെങ്കിൽ മുട്ടയടിച്ച്, ഇന്നലെയാണ് മുട്ടയടിച്ചത്. കുഞ്ഞിൻ്റെ മുടിക്കാണെങ്കിൽ നല്ല ഉള്ളില്ല, അവനാണെങ്കിൽ പഞ്ഞി പോലെ ഇരിക്കും അവൻ്റെ മുടി. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയടിച്ചത്. 2-3-4 മുട്ട അടിക്കുമ്പോൾ അങ്ങ് റെഡി ആവുമെന്ന് പറഞ്ഞ് കടയിലെ ചെറുക്കന്. അങ്ങനെയാണ് നമ്മൾ കൊണ്ട് മുട്ടയടിച്ചത്. അപ്പോഴത്തേക്ക് തലയിൽ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കുക, മുടി ഇല്ലാത്തത് കൊണ്ട്. മുടി വെട്ടിയോ എന്ന് ചോദിച്ചാൽ ഉടനെ തലയിൽ തൊട്ട് കാണിക്കുകയും ചെയ്യും, നമ്മുടെ തലയിലും തൊട്ട് കാണിക്കും. ആരമ്മോൻ്റെ മുടി വെട്ടിയെന്ന് വെച്ചാൽ പപ്പയാന്ന് പറയും കേട്ടോ. ഏട്ടനാ പിടിച്ചിരുത്തി അവനെ കൊണ്ട് വെട്ടിച്ചത്. അതിൻ്റെ ഒരു ഷോർട്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇട്ടേക്കാമേ. അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയിലെ പാചകരംഗം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് വന്ന് ഹാളിലോട്ട് നോക്കിയപ്പോൾ കാശി ശ്രീമോനും എല്ലാം ഇരുന്ന് TV കാണുവാണ്. കാശി നല്ലതായിട്ട് റെഡി ആയിട്ടൊക്കെ ഇരിക്കുവാണ്. ഇനി അങ്ങ് പോയാൽ മതി. അപ്പം ഞാൻ ഓർത്തെങ്കിൽ പാത്രങ്ങളൂടെ കഴുകാനൊക്കെ ഒന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ. ഏട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയേക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട്. ഏട്ടൻ എല്ലാവരുടെയും വിളിയെല്ലാം കേട്ട് റെഡി ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒന്ന് ഓടിപ്പോവും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ ഞാനൊന്ന് മുങ്ങിട്ട് പൊങ്ങുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പാത്രം എല്ലാം കഴുകി അവിടെ എല്ലാം അങ്ങ് ക്ലീനാക്കി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കാശിയെ വിടണം. വിട്ടിട്ട് ഇച്ചിരി ഒന്ന് മുറ്റം തൂക്കണം, ചെടികൾക്കെല്ലാം ഒന്ന് വെള്ളം ഒഴിക്കണം. ഒരുപാട് ചെടികളൊന്നുമില്ല, കൊച്ചു ചെടികളേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാമെന്നായിരുന്നു രാവിലെ. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കും കേട്ടോ ചെടിക്ക്. പറ്റുന്ന സമയങ്ങളൊക്കെ ആണെങ്കിൽ ഞാനങ്ങ് മുറ്റം തൂത്തിടും, അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ടൊക്കെയാണ് തൂക്കുന്നത്. ഇന്ന് എന്തായാലും രാവിലെ അങ്ങ് തൂക്കാമെന്ന് കരുതി. എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങിയല്ലോ. അങ്ങനെ കാശിക്കല്ല ശ്രീമോന് കുളിക്കാനുള്ള വെള്ളമാണ് കെറ്റിലിൽ വെച്ചത്. എനിക്ക് കുടിക്കാനുള്ള കോഫിയാണ് എടുത്തത്. കുറേ നേരമായി ഞാൻ ഇട്ട് വെച്ചിട്ട് ഇതുവരെ ഞാൻ കുടിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കോഫി എടുത്തുകൊണ്ട് ഞാൻ വെളിയിലോട്ട് പോവാണ്. അപ്പോഴത്തേക്ക് ഏട്ടൻ വെളിയിൽ ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. കാശിക്ക് പോകാൻ സമയമായതുകൊണ്ട് കാശി TV കണ്ടുകൊണ്ടിരിക്കും. ഞാൻ കാശിയുടെ അടുത്താണ് സംസാരിക്കുന്നത്. ഇറങ്ങി ചെല്ലും മോനെ, സമയമായി എന്ന് പറയുവാണേ. അങ്ങനെ അവനും വെളിയിൽ ഇറങ്ങി നിന്നു. അപ്പോഴത്തേക്കും ഞാൻ ബാഗൊക്കെ എടുത്തുകൊണ്ടൊന്ന് സ്റ്റെപ്പ് വെച്ചിട്ടാണ് വെള്ളം ഒഴിക്കാമെന്ന് കരുതി. വണ്ടി വന്നില്ല ഇതുവരെ. അപ്പോൾ വണ്ടി വരുന്ന സമയം കൊണ്ട് വെള്ളം ഒഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിക്കുവാണ്. അപ്പോൾ അവിടെ ഇരുന്ന ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു. മേളിൽ കിടക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ ഇതിന് മുമ്പ് തന്നെ ഏട്ടൻ അങ്ങ് ഒഴിച്ചു കേട്ടോ. അന്നേരം എന്നെ ചേച്ചി വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വണ്ടി വരുന്നത് കാശിയുടെ. അപ്പോഴത്തേക്ക് ഞാൻ ഓടി വരികയും ചെയ്തു, ബാഗ് എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്കാണ് ചേച്ചി വിളിച്ചത്. ചേച്ചിയല്ല, ലച്ചുവാണ് വിളിച്ചത്. കൊച്ചയുടെ അടുത്ത് വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. വീഡിയോ കോളായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. കാശിക്ക് കാണാൻ പറ്റിയില്ല. കാശി പോയതിന് ശേഷമാണ് കോൾ വന്നത്.
അങ്ങനെ കാശിയെ വിട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറി. അപ്പം ചേച്ചിയൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ തൂക്കുവാണ്. ഞാൻ തൂത്തുകൊണ്ടിരിക്കുന്നത് ഏട്ടൻ വീഡിയോ എടുക്കുവാണ്. ശ്രീമോൻ അവിടെ നിന്നുകൊണ്ട് ഭയങ്കര വെള്ളമൊഴിപ്പാണ് കേട്ടോ. ഏട്ടനും ഞാനുമൊക്കെ വെള്ളം ഒഴിക്കുന്നത് കാണുമല്ലോ. അങ്ങനെ അവനും അവിടെ നിന്ന് വെള്ളം ഒഴിക്കുന്ന പോലെ ഷോ കാണിച്ചുകൊണ്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ എല്ലായിടവും അങ്ങ് തൂത്ത്. ഇപ്പോൾ തീ കത്തിക്കത്തില്ല, വൈകിട്ടേ തീ കത്തിക്കത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി കൊതുകും കുറഞ്ഞിരിക്കുമല്ലോ തീ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ എല്ലാ ഭാഗവും അങ്ങ് ക്ലീൻ ചെയ്തങ്ങ് പോവാണ്. ഇനിയിപ്പോൾ ശ്രീമോനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, ഏട്ടന് കുളിക്കണം, അമ്പലത്തിൽ പോകണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കിടക്കുവാണ് കേട്ടോ. അങ്ങനെ കെറ്റിലിൽ നിന്ന് വെള്ളം കൊണ്ടൊഴിച്ചിട്ട് ഞാനാണെങ്കിൽ ശ്രീമോനെ കുളിപ്പിക്കാൻ പോവാണ്. ശ്രീമോനെ കുളിപ്പിച്ചിട്ട് എനിക്ക് കുളിക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ദേഹം മൊത്തം നനയത്തില്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അവന് ഏട്ടനെ കൊടുത്തിട്ട് ഞാനും കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ മുടി ഒന്ന് ഒതുക്കി എടുക്കുക എന്നുള്ളതാണ്. ഈ മുടിയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കുളിച്ചിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ ഞാൻ മുടി കെട്ടി വെക്കും കേട്ടോ. എങ്കിലേ എൻ്റെ മുടിയിലെ വെള്ളം വറ്റിപ്പോത്തുള്ളൂ കേട്ടോ, ആ തോർത്തിലോട്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ലല്ലോ, വേഗം അമ്പലത്തിൽ പോകണ്ടേ. അങ്ങനെ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങ് കൊതി അങ്ങ് ഇടുവാണ്. വെള്ളം എത്രയും പോകുന്നു അത്രയും പോട്ടെന്ന് കരുതി. അല്ലെന്നുണ്ടെങ്കിൽ ആ അകത്ത് റൂമിൽ മൊത്തം അങ്ങ് വെള്ളം വീഴും കേട്ടോ. ഞാൻ നടക്കുന്നതനുസരിച്ച് അവിടെ എല്ലാം വെള്ളം വീഴും. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ശ്രീമോനാണെങ്കിൽ അവിടെ അടങ്ങിയിരിക്കുമ്പോഴേ ഇതൊക്കെ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ പുറകെ നടക്കുകയും ചെയ്യും, കരയുകയും ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് നല്ല മൂശാട്ടയാണ്, ഉറക്കവും വരുന്നുണ്ട്. എങ്കിലും ഉറങ്ങത്തില്ല. ഇങ്ങനെ കണ്ണൊക്കെ കിറുങ്ങി വീണാൽ പോലും അവനിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഏട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ റെഡിയായി നിൽക്കാമെന്ന് കരുതി എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പക്ഷെ ഒന്നും നടക്കുന്നില്ല. വലിയ മേക്കപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഓർക്കുമോ പിന്നെ മേക്കപ്പില്ല, പൊങ്ങച്ചൻ പറയുമോ, അത് ചുമ്മാതാ കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ അങ്ങനെ വലിയ മേക്കപ്പിനൊന്നും പോകത്തില്ല, ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ലിപ്സ്റ്റിക്ക് ഇടും. ലിപ്സ്റ്റിക്ക് ഇല്ലാതെ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും ഞാൻ ചെറിയ രീതിയിലെങ്കിലും ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇപ്പോൾ അതില്ലാതെ പറ്റത്തില്ലെന്നുള്ള സ്ഥിതി ആയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചീപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ ഒന്ന് ചീകി ഒരു കുളിപ്പിന്നിലൊക്കെ പിന്നെ ഇടാമെന്ന് കരുതി. പിന്നെ അടിയിൽ മുടി കെട്ടിയിടണമല്ലോ, അത് അമ്പലത്തിലോട്ട് കയറിയിട്ട് കെട്ടാമെന്ന് കരുതിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങത്തില്ല മുടി. വെള്ളം ഊറി പോകുന്നതൊക്കെ അങ്ങ് പോട്ടെന്ന് കരുതി. അങ്ങനെ ഞാനാണെങ്കിൽ ചെറുതായിട്ട് മുടി ഇച്ചിരി എടുത്ത് പിന്നെ കെട്ടിയിടുവാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. മുടി അഴിച്ചിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയ കാലം മറന്നു. അന്നൊരു കല്യാണത്തിന് പോയപ്പോൾ അഴിച്ചിട്ടുണ്ട് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുടി വലിച്ച് പറിച്ച് മൊത്തം ജടയായി, മൊത്തത്തിൽ പണിയായിട്ടിരിക്കുമായിരുന്നു. അത് ഓർക്കുമ്പോൾ മുടി അഴിച്ചിട്ടുണ്ട് പോകാനേ തോന്നാറില്ല. മുടി കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ എടുത്തുകൊണ്ടെന്ന് ഇച്ചിരി നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടനും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളാണ് എല്ലാം ഇടുന്നത്. പെർഫ്യൂം വരെ അതടിച്ചിട്ടുണ്ട്. അത് ഞാൻ വാച്ച് കിട്ടുന്നു. ഷർട്ട് അതാണ് ഇട്ടത്. എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഷർട്ട്. ആദ്യം ഞാനത് എടുക്കുന്നില്ലെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ആ പിള്ളേർ പറഞ്ഞു ബാങ്കിലിടാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ബാങ്കിലിടാൻ പറ്റിയത് നോക്കി തന്നെയാണ് എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഏട്ടനാണെങ്കിൽ പറ്റത്തില്ലല്ലോ, എവിടെയെങ്കിലും പോകുന്നത് കുറവാണ്. അപ്പോൾ ബാങ്കിലിടാനാണ് ഷർട്ട് വേണ്ടുന്നത്. അങ്ങനെയാണ് ആ ഒരു മോഡൽ 2 എടുത്തത്. അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ്. ഗേറ്റൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പയ്യെ മെതുവാ നടന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലത്തിൻ്റെ ബാക്കി വശമാണ് ഇത്. നമുക്ക് അതുവഴി കയറാനുള്ളൊരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ വഴി കയറി അകത്തോട്ട് പോവാണ്. ഏട്ടനാണെങ്കിൽ ഇനി അമ്പലത്തിൽ നിന്ന് ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ജോലിക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അർച്ചന നടത്താൻ വന്നതാണ്. ഞാൻ വന്ന് അർച്ചനയ്ക്കെല്ലാം എഴുതി. അപ്പോഴത്തേക്ക് അച്ഛനും മക്കളും കൂടെ, മക്കളെന്നാ വായി വരുന്നത് കേട്ടോ, അച്ഛനും മോനും കൂടെ തൊഴുതിട്ട് ഇപ്പുറം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം തൊഴുതിട്ടിങ്ങി പോരുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ആളുണ്ടായിരുന്നു അമ്പലത്തിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊതുവേ ആൾ കുറവാണ് അമ്പലത്തിൽ. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് നമ്മൾ വീടെത്തി. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫുഡൊക്കെ കഴിക്കണം, ശ്രീമോനെ ഉറക്കണം. അപ്പോൾ പഴഞ്ചോറാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഏട്ടൻ പഴഞ്ചോറൊക്കെ എടുത്തിട്ടുണ്ട് കഴിക്കാൻ. ഞാനാണെങ്കിൽ ബൺമസ്കയാണ് എടുത്തത്. വേറെ ഒന്നും എനിക്ക് മീൻകറി ആയതുകൊണ്ട് എനിക്കും കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ബൺമസ്കയും കോഫിയും കൂടെ ഞാൻ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ പോവാണ്. ഏട്ടൻ പോയി. ഇനി എനിക്കിവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇവിടെ ഈ വലിച്ചു പറിച്ചിട്ട കുറേ ഡെക്കറേഷൻ്റെ സാധനങ്ങളുണ്ടല്ലോ, ഡെക്കറേഷനല്ല, നമ്മൾ ഗിഫ്റ്റ് പൊതിഞ്ഞ പേപ്പറുകൾ, അതെല്ലാം ഒന്ന് മാറ്റണം, തൂത്തുവാരണം, എടുക്കണം. അങ്ങനെ നമ്മളൊരു മീനൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. മീൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ശ്രീമോൻ ഉറങ്ങാത്തത് കൊണ്ട്. ഇപ്പോൾ എന്തോ ആയാലും ഏട്ടൻ വരെ സമയമായപ്പോഴത്തേക്ക് ശ്രീമോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചോറൊക്കെ വിളമ്പുവാണ്. ഏട്ടന് മാത്രം ഒരു ഇല വെട്ടിയിട്ട് വിളമ്പുവാണ്. എനിക്ക് ഈ മീനും മീൻകറിയൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇലയൊന്നും വെട്ടിയില്ല. ഞാനൊരു പാത്രത്തിലങ്ങ് കഴിച്ചോളാമെന്നും പറഞ്ഞ് ഏട്ടനുള്ളത് മാത്രമാണ് ഇല വിളമ്പുന്നത്. ഏട്ടൻ്റെ അല്ലേ ബർത്ത്ഡേ, അപ്പോൾ ഏട്ടനെ ഇലയെ കഴിച്ചോട്ടെന്ന് കരുതി
അങ്ങനെ നമ്മൾ കറികളെല്ലാം വിളമ്പി ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ച് ഇത്രയും കറികളെ നമുക്കുള്ളായിരുന്നു കേട്ടോ. ഏട്ടന് ഇഷ്ടമുള്ള കറികളായതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഏട്ടന് ഇഷ്ടമുള്ളത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലോ, ഏട്ടനപ്പോൾ വയറ് നിറച്ചിന്ന് ചോറ് കഴിക്കുമല്ലോ എന്നൊക്കെ. ചില ദിവസങ്ങളിൽ നമുക്ക് മീനൊന്നും കാണത്തില്ല, എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഇരിക്കുമോ. ഇതിപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഇങ്ങനെയൊക്കെ വാങ്ങിച്ചത്. മീൻ ചുവന്ന ഓരയൊക്കെ ആണെങ്കിലും വലിയ ചുവന്ന ഓര വാങ്ങിച്ചതൊക്കെ ഏട്ടന് ഇങ്ങനെ വലിയ മീൻ ഒരു മൊത്തത്തിലൊക്കെ വെച്ച് പൊരിച്ചൊക്കെ കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. ചിക്കനും ബീഫിനെക്കാട്ടിലൊക്കെ ഇഷ്ടം മീനാണ്. അപ്പം മീൻ വിഭവങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. പിന്നെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ലേഹമ്മ വിളിച്ചിട്ട് ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ബർത്ത്ഡേക്ക് ഷർട്ട് വാങ്ങിച്ച് കൊടുക്കണേന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ പള്ളിയിൽ പോയിട്ട് ഷർട്ട് വാങ്ങിക്കാൻ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു, എടി വേണ്ട, ഷർട്ടൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ എന്തോ വേണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്കിപ്പോൾ നല്ലൊരു മീൻ കഴിക്കാൻ തോന്നുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തങ്കശ്ശേരി പോയി കേട്ടോ. തങ്കശ്ശേരി പോയി വലിയൊരു മീൻ, എൻ്റെ കൈയുടെ മുട്ടിൻ്റെ അത്രയും വരെയുള്ള ഒരു മീൻ വാങ്ങിച്ച്, അത് വറുത്തത് വാങ്ങിച്ച് അത് മൊത്തം കഴിച്ചു. മൊത്തം കഴിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മടുത്തോണ്ട് പറയാം, ഇനി ഞാനിവിടെ വന്ന് മീൻ കഴിക്കത്തില്ലടി, മൊത്തം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കങ്ങ് മടുത്തു പോയെന്ന് പറഞ്ഞു. കണ്ടോ ആ മീനിൻ്റെ കോലം കണ്ടോ? ഞാനതാണ് പൊക്കി കാണിച്ചത്. അതിൻ്റെ മുള്ളും കൂടെ തിന്നാൻ പറ്റുമായിരുന്നെങ്കിൽ ഏട്ടൻ അതും ചെയ്തേനെ. ഇച്ചിരി കട്ടിയുള്ള മുള്ളായതുകൊണ്ട് അത് കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഏട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ അങ്ങ് നേരെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ശ്രീമോനെ ഞാൻ ഉറക്കി. ഏട്ടൻ പോകുന്നതിന് മുമ്പ് ശ്രീമോൻ ഉണർന്നിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ കൈ കൊടുത്തിട്ടാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ശ്രീമോനെ ഉറക്കിയിട്ട് ഞാനാണെങ്കിൽ തൂത്തു വരുവാണ്. തറയിലാണെങ്കിൽ എന്തോ ഒഴിച്ചു, ഇവന്മാർ ജ്യൂസ് എന്തോ ഒഴിച്ചതാണെന്ന് തോന്നുന്നു. അതാണെങ്കിൽ ഒരു പാട് പോലെ കിടക്കും. അപ്പം ഞാൻ ഓർത്തങ്ങ് തൂത്തിട്ടങ്ങ് തുടച്ചങ്ങിട്ട് കഴിഞ്ഞാൽ പിള്ളേർ രണ്ടുപേരും ഇല്ലല്ലോ, അവന് ഉറങ്ങുമല്ലേ. അപ്പോൾ ആ സമയം കൊണ്ടങ്ങ് വൃത്തിയാക്കി ഇടാമെന്നും പറഞ്ഞ് ഞാൻ തൂത്ത് വരുവാണേ. തൂത്ത് വരുമ്പം എല്ലായിടവും തൂത്തിട്ട് എല്ലായിടവും ഞാൻ തുടയ്ക്കും കേട്ടോ. ഒരു ഭാഗം മാത്രമല്ല, അഴുക്കായെന്നും പറഞ്ഞ് അവിടെ മാത്രമല്ല എല്ലായിടവും അങ്ങ് തുടച്ചേക്കാവുന്ന കരുതി. നമ്മുടെ ജോലിഭാരം അത്രയും കുറയും, എപ്പോഴായാലും ഞാൻ തന്നെ തുടയ്ക്കണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് തുടച്ചിടാമെന്ന് കരുതി മൊത്തത്തിൽ. അങ്ങനെ ഞാൻ തൂത്തുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് പുറത്തിരിക്കുവാണ് തുടയ്ക്കുന്ന മോപ്പൊക്കെ. ഇനി അതെല്ലാം എടുക്കണം, അതെല്ലാം കഴുകിയൊക്കെ എടുത്തിട്ട് വേണം അതെല്ലാം ചെയ്യാൻ. വെളിയിരിക്കുന്നതുകൊണ്ട് പൊടിയാണ് കേട്ടോ. ഇപ്പോൾ അകത്ത് വെക്കത്തില്ല. ശ്രീമോൻ ഏത് സമയം അതിലിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും അകത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രീമോനെ പേടിച്ചാണ് ഓരോ സാധനങ്ങളും കൊണ്ട് ഞാൻ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. തൂപ്പ് കഴിഞ്ഞ് തുടപ്പിലോട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ കാശി വന്നിട്ടുണ്ട് ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ്. അതുകൊണ്ട് ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല TV ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞിട്ട് ചെറുക്കൻ ജന്മം ചെയ്താൽ കേൾക്കത്തില്ല. അവനാണെങ്കിൽ ഇച്ചിരി സൗണ്ട് ഇട്ടോട്ടെ, ഇച്ചിരി സ്പീഡ് കൂട്ടിക്കോട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ശ്രീമോനെ ആണെങ്കിൽ എങ്ങനെയും ഉണർത്താനുള്ള പ്ലാനും ഉണ്ട്. ഇടയിൽ കൂടെ ഒക്കെ പോയി നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തുടപ്പ് കഴിയാറായി കേട്ടോ. ഇനി അടുക്കളയും കൂടെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിയും. റൂമൊക്കെ തുടച്ചായിരുന്നു കേട്ടോ, വീഡിയോ എടുക്കാഞ്ഞതാണ്. എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബോറാവത്തില്ല നിങ്ങൾക്കെന്നും പറഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തത്. അപ്പോൾ തുടപ്പെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരുതി എനിക്കൊരു പൈനാപ്പിൾ എത്തി കഴിച്ചേക്കാം. പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഇന്നലെ സാധനം വാങ്ങിക്കാൻ പോയപ്പം. അന്നേരം പൈനാപ്പിൾ ആണെങ്കിൽ ഇന്നാളെ ഒരു ദിവസം വാങ്ങിച്ച് 2 ദിവസം ഇരുന്നപ്പോഴത്തേക്ക് അതങ്ങ് അഴുക്കായിപ്പോയി. അപ്പോൾ ഓർത്ത് കൈയോടെ അതങ്ങ് ചെത്തി കഴിച്ച് കഴിഞ്ഞാൽ അത് മാറില്ല. അപ്പോൾ എനിക്ക് വേണ്ടുന്ന 3 പീസ് ഞാൻ എടുത്തിട്ട് അതിൽ ഉപ്പും മുളകും ഒക്കെ തേച്ച് ഞാൻ കഴിക്കുവാണ്. ബാക്കി എല്ലാം എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അച്ഛനും മക്കൾക്കും അവർക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കാശി വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ ഈ വരുന്ന വരവാണ് കേട്ടോ. മുമ്പേ ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഇവൻ വന്നതിന് ശേഷമാണ് ഞാൻ വോയിസ് ഇട്ടത്. അങ്ങനെ പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയിട്ട് മുണ്ടയ്ക്കിലോട്ട് പോവാണേ. ബർത്ത്ഡേ ആയിട്ട് അമ്മയും അച്ഛനും കാണാൻ പോയില്ലല്ലോ. അങ്ങനെ നമ്മൾ അവർക്ക് രാത്രിയിലേക്ക് കഴിക്കാനുള്ള കാപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. പൊറോട്ടയും ബീഫും വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ നേരെ മുണ്ടയ്ക്കിലോട്ട് പോവാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ ഈ സമയത്ത്, നല്ല തണുപ്പുമാണ്. എനിക്കൊന്നാമതെ പനിയായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ അച്ഛൻ അമ്പലത്തിൽ പോയിട്ടില്ലായിരുന്നു. അച്ഛൻ അവിടെ വാതിക്കൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കാശി പൊറോട്ടയൊക്കെ ആയിട്ട് അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ശ്രീമോൻ്റെ തല മുട്ടയടിച്ചത് അച്ഛനും അമ്മയും ഒന്നും കണ്ടില്ലായിരുന്നു. തലേന്നല്ലേ നമ്മൾ മുട്ടയടിച്ചത്. ആരാ മുട്ട അടിച്ചതെന്നൊക്കെയാണ് അച്ഛൻ ചോദിക്കുന്നത് കേട്ടോ ശ്രീമോൻ്റെ അടുത്ത്. അമ്മ ചോദിച്ചു എന്തിനാ മുട്ട അടിച്ചതെന്ന്. അവൻ്റെ മുടി ഉള്ളില്ലാത്തത് കൊണ്ട് നമ്മൾ മുട്ട അടിച്ചതാണ് കേട്ടോ. 2 മുട്ടയും കൂടെ ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് മുടി നല്ലതായിട്ട് വളരുമായിരിക്കും. അങ്ങനെ തലയിലൊക്കെ തൊട്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമോ മുട്ട അടിച്ചെന്ന് പറയാൻ വയ്യല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കടയിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു കേസ് നടന്നു, അതിൻ്റെ കാര്യം ഇങ്ങനെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുവാന്നേ കടയിൽ വന്ന ആളിനോട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ശ്രീമോൻ കടയിൽ നിന്ന് ഒരു ലോലിപോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കടിച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോൻ പോയി ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാശി ഫോണിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ജ്യൂസ് എടുത്തത് മുട്ട
മുട്ടായി എടുത്ത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവന് ദാഹിച്ചപ്പോൾ അവൻ ജ്യൂസ് എടുത്തിട്ട് വന്ന് അച്ഛൻ്റെ കൊടുത്ത് പൊട്ടിച്ച് കൊടുക്കുക. ഞാൻ പൊട്ടിച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് അച്ഛൻ്റെ കൊടുത്തത്. അങ്ങനെ അച്ഛൻ പൊട്ടിച്ച് കൊടുത്തു. ജ്യൂസൊക്കെ അവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അടുത്ത ലവലോലിക്ക് എടുത്തു, ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് അമ്മയുടെ വായിലൊക്കെ കൊണ്ട് വെച്ചേക്കുവാണ് ശ്രീമോനെ. കഴിച്ചൊക്കെ നോക്കി. അപ്പം നമ്മളിവിടെ വരുമ്പോഴാണ് അച്ഛനും അമ്മയും കൂടെ വന്ന് ഹാളിലിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ കടയിലും ഹാളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് നിൽക്കത്തതേ ഉള്ളൂ. നമ്മളോട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ്റെ അടുത്ത് പോയി നിന്ന് അമ്മ സംസാരിക്കുകയും തല മസാജ് ചെയ്യുകയും ചെയ്ത് എൻ്റെ മോനാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോൻ കുശുമ്പ് മൂത്ത് പോയതാണ്. കയറി മടിയിലിരുന്നാണെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കാശി വിളിക്കുക, ഡാ നോക്കാൻ പറയുക അവനൂടെ വരാൻ വേണ്ടി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ഡ്രൈ ക്ലീൻ ചെയ്യാൻ തുണി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കണം. അതിന് ഇറങ്ങിയതിൻ്റെ കരച്ചിലാണ് കാശിയെ. അപ്പോൾ അവൻ ആ ഫോൺ വാങ്ങിച്ചതിനാണ് കരയുന്നത് മെയിനായിട്ട്, കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോയി ഡ്രൈ ക്ലീൻ ചെയ്ത തുണിയും വാങ്ങിച്ചുകൊണ്ട് നേരെ നമ്മൾ വീട്ടിലോട്ടേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.